ഇതുപോലൊരു മാജിക്കൽ ഹിൽ ടോപ്പ് വ്യൂ സ്വന്തം വീട്ടിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് പൂർത്തിയായ ഈ ഒരു വീടിന്റെ ടെറസ് വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും നോൺ പൊല്യൂട്ടഡ് ആയ എയർ ഒക്കെ ശ്വസിച്ച് സമാധാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു വീടാണ്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കിട്ടിലം കിടുക്കാച്ചി വീട് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. കാണുന്നത് പോലെ ഒരുപാട് വീടുകൾ അടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ നാച്ചുറൽ ഫ്രണ്ട്ലി റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. അടിപൊളിയായിട്ട് പ്രീമിയം ബോക്സ് ടൈപ്പ് കണ്ടംപററി ഡിസൈനിൽ പ്രീമിയം ആൻഡ് എലിഗന്റ് ആയിട്ടാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത്. വീടിന്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഴുവനായും കല്ലുകളും പുല്ലുകളും ഒക്കെ പായിക്കൊണ്ടാണ് വീടിന്റെ മുറ്റം മുഴുവനായും പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ ആയ ഗാർഡനിങ് പ്ലാന്റേഷൻ പ്രൊസസ് ഒക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കാർപോർച്ചിൽ ഉൾപ്പെടെ 2 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്കിംഗ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് മുറ്റത്തായി കൊടുത്തിട്ടുള്ളത്. കൂടാതെ മുറ്റത്ത് തന്നെ നല്ല വലിയൊരു സിറ്റിംഗ് സ്പേസ് ലഭിക്കുന്ന ഒരു മോഡേൺ ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗിലായി കജാരിയുടെ വിട്രിഫൈഡ് ടൈൽസും ഗ്രാനൈറ്റ്സും ഫോർ സീലിംഗ് വർക്സും ഒക്കെ തന്നെ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീടിന്റെ വുഡ് വർക്സിനായി മുഴുവനായും പ്ലാവ് ആഞ്ഞിലി തടികളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ വിശാലമായ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഹോൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും വളരെ സ്പേഷ്യസ് ആയിട്ട് സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ലിവിംഗ് സ്പേസിലേക്ക് വന്നാൽ ആദ്യമേ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു പ്രീമിയം ലുക്കിംഗ് ഫുൾ ഫ്ലെഡ്ജ് ആയ ഒരു ടിവി യൂണിറ്റ് ആണ്. വലിയ ഒരു ടിവിയും അതിന്റെ അക്സസറീസും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഒക്കെ തന്നെ ഇതിൽ അവൈലബിൾ ആണ്. ലിവിംഗ് സ്പേസ് മാത്രം ഏകദേശം 14x10 ഫീറ്റ് ഡയമെൻഷനിലാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡൈനിങ് സ്പേസിലേക്ക് വന്നാൽ അതേപോലെ വലുപ്പത്തിൽ തന്നെ ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ടെന്നത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. എന്നാലും വീടിനുള്ള ഏറ്റവും അട്രാക്റ്റീവായ പ്ലേസ് ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാണുന്നത് പോലെ തീർത്തും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫീല് തന്നെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നത് പോലെ വീടിനുള്ള ഒരു കോർണർ പോലും ഡൗൺ ആക്കി വിട്ടിട്ടില്ല. എല്ലായിടത്തും അട്രാക്റ്റീവായ ബ്യൂട്ടിഫുൾ ഇന്റീരിയർ വർക്ക്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെയർകേസിയുടെ ഭാഗത്തേക്ക് വന്നാൽ ഇൻവെർട്ടർ പ്രൊവിഷൻസും സ്റ്റോറേജ് ഓപ്ഷൻസും ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ ഒരു വാഷിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർത്തും എഫിഷ്യന്റ് സ്പേഷ്യസുമായി നിർമ്മിച്ച ഈ ഒരു ഡൈനിങ് സ്പേസ് ഏരിയ മാത്രം ഏകദേശം 20x14 ഫീറ്റ് ഡയമെൻഷനിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആകെ മൊത്തം 4 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ ഒരു വീടിനുള്ളിൽ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ബെഡ്റൂംസും ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. എല്ലാ ബെഡ്റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂംസും ഫോർ സീലിംഗ് വർക്സും വാർഡ്രോബ്സും അവൈലബിൾ ആണ്. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ഈ കാണുന്നതിനേക്കാളും വളരെ വിശാലമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ളത് അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോ. ഇനി ഇവിടെ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2ാമത്തെ ബെഡ്റൂം ആണ്. തൊട്ട് മുന്നേ കണ്ട ബെഡ്റൂമിന് വളരെ സിമിലർ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഏകദേശം 13x12 ഫീറ്റ് ഡയമെൻഷനാണ് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ബാത്റൂംസിലെ പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്സേഴ്സിനും ഒക്കെ സെറയുടെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർ സീലിംഗ് വർക്സിനെയും മറ്റ് ഇന്റീരിയർ വർക്സിനെയും പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വോം എൽഇഡി ലൈറ്റിംഗ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് പ്രീമിയം ആൻഡ് എലിഗന്റ് ലുക്കിൽ തന്നെയാണ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കിച്ചണിൽ സ്റ്റോറേജ് ഓപ്ഷനായി ധാരാളം ക്യാബിനറ്റ്സ് ഒക്കെ തന്നെ താഴെ മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തവയാണ്. ഇവിടെ ഒരു എൽ ഷേപ്ഡ് നാനോ വൈറ്റ് കൗണ്ടർ സ്ലാബും സിങ്കുമാണ് വരുന്നത്. ആവശ്യമെങ്കിൽ സ്മോക്ക് എക്സോസ്റ്റിനുള്ള ചിമ്മിനി കൂടെ വെച്ച് തരാവുന്നതാണ്. അതിനുള്ള എല്ലാ പ്രൊവിഷൻസും ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. പുറത്തായിട്ട് കൊടുത്തിരിക്കുന്ന വർക്ക് ഏരിയയും ഇവിടെ കാണാൻ പറ്റും. അതുകൂടാതെ വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയ കിണറും ഇവിടെ തന്നെയാണ് വരുന്നത്. അതിനോടൊപ്പം നനകല്ലും വാഷിംഗ് ഏരിയയും കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെയർകേസ് ഏരിയയുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ മോഡേൺ ഹാങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തീർത്തും എലിഗന്റും ലക്ഷൂറിയസും ആയിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോർ മുഴുവനായും ഒരുക്കിയിട്ടുള്ളത്. കാണുന്നത് പോലെ സൈഡ് വോൾസിലായിട്ട് 3D ടെക്സ്ചർ വാൾ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാങ് ലൈറ്റ് ആണ് ഈ ഒരു സ്പേസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഫ്ലോറിലാകുമ്പോൾ ഒരു ലിവിംഗ് സ്പേസും വിശാലമായ 2 ബെഡ്റൂംസ്, 2 അറ്റാച്ച്ഡ് ബാത്റൂംസും, ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസും വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യമേ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ബെഡ്റൂംസ് പോലെയല്ല, അതിനേക്കാളും ഒരു ഇരട്ടി വലിപ്പത്തിലാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂംസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മിസ് ചെയ്യാതെ കാണേണ്ടത് ബാൽക്കണി സ്പേസ് ആണ്. അതിനായിട്ട് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇനി ഈ വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ റോഡിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും ഒരു 100 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. തിരുവനന്തപുരത്തേക്ക് എപ്പോഴും ഫ്രീക്വന്റ് ബസ് റൂട്ട്സ് അവൈലബിൾ ആയ തിരുവനന്തപുരം കാട്ടാക്കട മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു വീട് വരുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 9 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ പോർട്ടിൽ നിന്നും 14 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. തിരുവനന്തപുരം സിറ്റി ബോർഡറിലെ സിറ്റി ലൈഫിലേക്ക് ഈസിലി ആക്സസിബിൾ ആയതുപോലെ നോയ്സും പൊല്യൂഷൻസും ഒന്നും ഒട്ടും അഫക്ട് ചെയ്യാതെ പീസ്ഫുൾ ആയ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു വീട്. എല്ലാത്തരം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും 24/7 റെഡിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കും തിരുവനന്തപുരത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും ഈസിലി ആക്സസിബിൾ ആയ ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഇതാണ് ആദ്യമേ കാണിച്ച ടെറസ് ഫ്ലോറിൽ നിന്നുള്ള ആ ഒരു ഹിൽ ടോപ്പ് വ്യൂ. എത്ര മാജിക്കൽ ആയിട്ടുള്ള ഒരു വിഷ്വൽ ആണെന്ന് നോക്കിയാൽ നേരെ ഫ്രണ്ടിൽ കാണുന്നത് മൂക്കുന്നി മലയാണ്. നേരെ തിരിഞ്ഞു നോക്കിയാൽ ശാസ്താംപാറയും കാണാൻ പറ്റും. വൈകിട്ടൊക്കെ ഇവിടെ വന്നിരുന്ന ഒരു ചായക്ക് കുടിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് ഫാമിലീസും ഫ്രണ്ട്സുമായി കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ്. എന്നാൽ ഇത് മാത്രമല്ല, ഈ ഒരു ബാൽക്കണി സ്പേസും അതുപോലെ ഈക്വലി ബ്യൂട്ടിഫുളും പീസ്ഫുള്ളുമാണ്. തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയി എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആയ ഒരു ലൊക്കേഷനിൽ പ്രീമിയം ആൻഡ് എലിഗന്റ് ലുക്കിൽ സുപ്രീം ബിൽഡ് ക്വാളിറ്റിയിൽ 4,620 സെന്റ് 2,200 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഈ
ഒരു അടിപൊളി 4BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 85 ലക്ഷം രൂപ മാത്രമാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിളും കൂടെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോ വിസിറ്റ് ചെയ്യാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ നിങ്ങളുടെ വീടുകളോ പ്രോപ്പർട്ടീസോ ഞങ്ങളുടെ പരസ്യം വിൽക്കുവാൻ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്